അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ പോയി ഒന്ന് ഫുഡ് കഴിക്കേണ്ട പ്ലാനാണ് കേട്ടോ. ആ ഉള്ള പരിപാടിയൊന്നുമില്ല. പോയി ചെറുതായിട്ടൊന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് ചെയ്യാം. പയ്യെ ചെയ്താൽ മതി. ഓയിൽ വീണ് കണ്ട ചുവന്നിരിക്കുന്നുണ്ട് അവിടെ. 3 പേരുടെയും വീണ്. ഇന്നൊരു ഇത് പറ്റി, അമളി പറ്റി. നല്ല ഞാൻ എടുത്തിട്ടുണ്ട് വീഡിയോ. എന്ന് പറഞ്ഞാൽ ആ പാത്രം കട്ടി കുറവായിരുന്നു. ആ പാത്രം ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. വേറൊരു പാത്രം അവ എടുത്തുകൊണ്ട് പോയതുകൊണ്ടാണ് ഞാൻ അത് എടുത്തത്. നല്ല പണി കിട്ടി. അതിന് ഉപയോഗിക്കില്ല. എന്നെ എടുത്ത് കളയണം. അതിന് കൈ നല്ല പോയാട്ടോ. അത് ഇനി ഞാൻ ഇത് കഴിക്കട്ടെ. ഫുഡ് റെഡിയാക്കി ഫുഡ് കഴിക്കാൻ പോവാ. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻലെറ്റ് അഡ്ജസ്റ്റ് ആണ്. അതിന് പോയി ചേട്ടൻ സൈഫേർ പാറ്റേൺ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ടേക്ക് ഓഫ് ഇറങ്ങാനാട്ടോ ടൈമായി. എല്ലാവരും ഗുഡ് മോർണിംഗ് ഗൈസ്. എല്ലാവരും ഗുഡ് മോർണിംഗ്. അടുത്തൊന്നൊരു രാവിലെ എണീറ്റ് പോയി ചെടിയൊക്കെ നോക്കുന്നു. ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഡ്യൂട്ടി അവസാനിച്ചു. അത് തന്നെ ഇതുണ്ടല്ലോ. ഓക്കെ അല്ലേ? എന്നാ ഇന്നലെ രാത്രി സംഭവിച്ചത്. ആ ഫുഡ് ഉണ്ടാക്കിയപ്പോ എണ്ണ തെറിച്ചെന്ന് പറഞ്ഞല്ല. എന്നാ അതിലാണ് ഈ നോമ്പ് സമയത്ത് എണ്ണ പലഹാരം ഉണ്ടല്ലോ, അപ്പൊ അതിലാണ് ഉണ്ടാക്കിയത്. അപ്പൊ എങ്ങനെ ഉണ്ടാക്കിയെന്ത് സമ്മതിക്കണം കേട്ടോ. അത് കുറച്ചു നേരം അത് വെച്ചുള്ളൂ. 1 മിനിറ്റ് പോലും വെച്ചിട്ടുണ്ടായിരിക്കൂല. ഇനിയിപ്പോ ഒന്ന് പല്ലൊക്കെ തേച്ച് അതിന് മുമ്പ് ഒന്ന് മൊബൈലൊക്കെ ചാർജ് ചെയ്തിട്ട് സെറ്റാകട്ടെ. റെഡിയാക്കണം കേട്ടോ. ഇതൊന്ന് റെഡിയാക്കിയിട്ട് പോയി കിടന്നുറങ്ങണം. കഴിച്ചതിന് ശേഷം ചെവി എന്തോ ഭയങ്കര വേദന കേട്ടോ, 2 സൈഡും. റെഡി ആയിക്കട്ടെ, ഇനി കഴിക്കാൻ പോവുക കേട്ടോ. ഇത് കമ്പ്യൂട്ടറിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്ന പ്രശ്നമുണ്ടല്ലോ, അത് ഫിക്സ് ചെയ്യാൻ വന്നത്. ഞാൻ കിടക്കാൻ പോകേണ്ട ഒരു പ്ലാനായിരുന്നു. ഇനി പോയി കിടന്നുറങ്ങട്ടെ. അപ്പം ഞാൻ വരുമെന്ന് വിചാരിച്ചില്ല. അവരെൻ്റെ അടുത്ത് പറഞ്ഞാൽ ഒരാഴ്ച എടുക്കുമെന്നും കൂടി പറഞ്ഞായിരുന്നു. പക്ഷേ 4 ദിവസത്തിനകത്ത് തോന്നുന്നു. ചായ കുടിക്കേണ്ട പ്ലാൻ കേട്ടോ. നേരെ ഡ്യൂട്ടി കയറണം കേട്ടോ. ടൈമായി. ഒരു വെറൈറ്റി ലുക്കാ സെറ്റിൻ്റെ. ഞാൻ വേണ്ടി കാണാൻ പറ്റൂല കേട്ടാ. ഇനി അടുത്തുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ അനാലിസിസ് നോക്കണില്ല, കാര്യമില്ല. കമ്പ്യൂട്ടറിൽ 2-3 സ്ഥലം നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് വാച്ച് ചെയ്യാം. അത് തന്നെ ഉള്ളു. പിന്നെ ടെമ്പറേച്ചർ കുറവാണ് കേട്ടോ. ചെറുതായിട്ട് മഴയൊക്കെ പൊടിഞ്ഞ് കുറവാണ്. കാരണം ഉച്ചയ്ക്ക് പെയ്ത വെയിലിൻ്റെ ടെമ്പറേച്ചർ ഉണ്ട്, അടിയിൽ നിന്ന് വരണമുണ്ട്. പിന്നെ അതിന് ശേഷമാണ് മേഘം ഇങ്ങനെ വീണത്. എല്ലാം പോയി ഒന്ന് ചെക്ക് ചെയ്യട്ടെ. കമ്പ്യൂട്ടർ ബേസ പോയി ഒന്ന് ചെക്ക് ചെയ്യട്ടെ, റൗണ്ടൊക്കെ അടിക്കട്ടെ. ഇത് കുഴപ്പമില്ല കേട്ടോ, ഓക്കെ ആണ്. ഇവിടെ അകത്ത് ഭയങ്കര ചൂട് കേട്ടാ, ഒരു രക്ഷയില്ല. ശ്വാസം മുട്ടും പോലെ തോന്നുന്നു, ചൂട് കൊണ്ട്. ക്ലോറിനേഷൻ നോക്കട്ടെ. കുഴപ്പമില്ല കേട്ടോ, ക്ലോറിനേഷൻ്റെ ഇവിടെ ഓക്കെ ആണ്. 10 ദിവസം കട്ട ഷോക്കായിട്ട് പോയി, ഒന്നും പറയണ്ട. ഇന്നലത്തെ രാത്രി ബേസിൽ നോക്കിയ കൈ തന്നെ പുള്ളിപ്പോയി, കറുത്ത് കിടക്കണം ഇപ്പോൾ. അത് ഇവിടെ പിന്നെ ഇവിടെ എണ്ണ വീണത്, ഒന്നും പറയണ്ട. പിന്നെ ട്രേഡിങ് ഇല്ലായിരുന്നു, മാർക്കറ്റ് നോക്കി ചുമ്മാ ഇരുന്നത് തന്നെ. പിന്നെ അടുത്ത് ജോലി ബേസ് കുഴപ്പമില്ലാതെ പോയി. പിന്നെ അടുത്ത് ഇപ്പൊ ജോലി കയറി. ഇന്ന് ചെറിയൊരു പരിപാടി ഉണ്ട്, ചെറിയതായിട്ടെന്തോ ലെവൽ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ആദ്യമേ പറഞ്ഞു. അപ്പം അത് ശ്രദ്ധിച്ചിരിക്കുന്ന ശേഷം, അല്ലെങ്കിൽ നമ്മളെ മാത്രം നോക്കിയാൽ മതിയല്ല. നമുക്ക് ഒരു എസ്റ്റിമേറ്റ് അറിയാമല്ലോ, ഇന്നും ഔട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുന്നുള്ളൂ. പിന്നെ അടുത്ത് നേരെ പോയി മീറ്ററിൻ്റെ ഒക്കെ ഫോട്ടോ ഒന്ന് എടുത്ത് സെറ്റാക്കണം.
ഫോട്ടോ എടുക്കാം അതെ ചേട്ടാ. ആ നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ചേഞ്ച് ചെയ്യാറുണ്ട്, ഒരെണ്ണം നോക്കാറുണ്ട്. ബാക്കി നമ്മളത് വേറൊരിടത്തുള്ളത് അഡ്ജസ്റ്റ് ചെയ്യാം, ടൈം അനുസരിച്ച് ചെയ്യാം. വേറെ പരിപാടിയൊന്നുമില്ല. പിന്നെ അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ എഡിറ്റിങ്, ചെറുതായിട്ടൊന്ന് മാർക്കറ്റ് നോക്കുക. ഒന്നും ചെയ്യില്ല, മാർക്കറ്റിലൊന്നും ചെയ്യില്ല, ജസ്റ്റ് നോക്കുക. അതെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. വലുതായിട്ടൊന്നുമില്ല.